ഈ പച്ചക്കറിയുടെ ഓണത്തിന്റെ ചന്തയുടെ ആദ്യ വിൽപ്പന പോളാട്ട് നൽകിക്കൊണ്ട് ഇത് ഇടുക ചെയ്യുന്നു. ഇനിയുള്ള കാര്യങ്ങൾ പോളാട്ട് സംസാരിക്കും. എല്ലാവർക്കും തിരുവോണത്തിന്റെ ആശംസകൾ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. നമ്മളുടെ ടോമി കള്ളിയത്ത് പറമ്പിൽ എന്നൊരു പുതിയ വിപ്ലവം തന്നെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഓണക്കാലത്ത് മാർക്കറ്റിലൊക്കെ നമുക്ക് പച്ചക്കറികൾ വാങ്ങാനായിട്ടൊക്കെ ആളുകളുടെ ഭയങ്കര തിരക്കാണ്. ഇത് സ്വന്തം കൃഷിയിടത്തിൽ സ്വന്തം അധ്വാനം കൊണ്ട് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ ഒരു ഓണച്ചന്ത തുറന്നുകൊണ്ട് ഒരു അധ്യായം ടോമി കള്ളിയത്ത് പറമ്പിൽ ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ടോമി കള്ളിയത്ത് പറമ്പിൽ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് അദ്ദേഹം ഈ പേരാമ്പ്രയിലെ ഒരു സാമൂഹ്യ പ്രവർത്തകനായിട്ടാണ്. അദ്ദേഹം പത്രപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ടോമി കള്ളിയത്ത് പറമ്പിലിനെ പരിചയപ്പെടുന്നത്. അതിനുശേഷം പിന്നെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പുതിയൊരു പോർമുഖം തന്നെ ഇവിടെ തുറന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കൃഷിയിടത്തിൽ സ്വന്തം വിയർപ്പ് തുള്ളി കൊണ്ട് അധ്വാനിച്ച് കാർഷികോൽപ്പന്നങ്ങൾ ജൈവവളം മാത്രം ഉപയോഗിച്ച് ഇവിടെ ഉൽപാദനം നിർവഹിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വളരെയധികത്തെ അധ്വാനം മറ്റുള്ള എല്ലാം മാറ്റിവെച്ച് ഈ കൃഷിക്ക് വേണ്ടി മാത്രം അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്ന ഓരോ ഉൽപ്പന്നങ്ങളും അദ്ദേഹത്തിൻ്റെ വിയർപ്പുതുള്ളികളാണ്. അദ്ദേഹം വിയർപ്പുതുള്ളി അധ്വാനിച്ച് അത് സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഭക്ഷണം കൊടുക്കുവാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് ലോറി വന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പച്ചക്കറിക്ക് കുതിച്ചുയരുന്ന വിലയാണ്. പച്ചക്കറി കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. നമ്മുടെ സ്വന്തം കൃഷിയിടത്തിൽ തന്നെ സ്വന്തം അധ്വാനം കൊണ്ട് ഈ കാർഷികമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ വിൽപ്പന നടത്തുമ്പോൾ ടോമി കള്ളിയത്ത് പറമ്പിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമാണ് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. അതും ഒരു വിഷരഹിത പച്ചക്കറികളാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, ഇന്നിവിടെ കാണുന്ന പാവയ്ക്കയും മറ്റെല്ലാം തന്നെ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും ഏറെ മെച്ചപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ സ്വന്തം നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹമായ ഒരു കാര്യമാണ് ടോമി കള്ളിയത്ത് പറമ്പിൽ ഇന്ന് ഇവിടെ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ ഓണച്ചന്ത തുറന്നുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ നൽകുകയാണ്. അതും വളരെ വില കുറവില്. നമുക്കറിയാം, ഇന്ന് ഓണത്തിൻ്റെ സമയത്തൊക്കെ പച്ചക്കറി കടകളിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾക്ക് തീ പിടിച്ച വിലയാണ്. അതേസമയം വളരെ നിസ്സാരമായ വിലയ്ക്ക് അദ്ദേഹത്തിന് ആ ഉൽപ്പാദിപ്പിക്കുന്ന ചെലവ് മാത്രം കണക്കാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഇന്ന് ഈ പച്ചക്കറികൾ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്നത്. എന്തായാലും അദ്ദേഹം ഈ നാടിന് ഒരു അനുഗ്രഹമാണ്, ഈ മാതൃകയാണ്. നമ്മുടെ കൃഷിക്കാർ ടോമി കള്ളിയത്ത് പറമ്പിലിനെ പിന്തുടർന്ന് അദ്ദേഹത്തിന് മാതൃകയാക്കി ഈ നാട്ടിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്ത് നമ്മുടെ നാട്ടിൽ തന്നെ സ്വന്തം കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കണമെന്നുള്ള ഒരു ആഹ്വാനമാണ് നമ്മുടെ ടോമി കള്ളിയത്ത് പറമ്പിലിൻ്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങളിൽ ഇനിയും ധാരാളം കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സൂചിപ്പിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, കോളേറ്ററാണെന്ന് ഉൾക്കാണിയത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണമെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ ഇങ്ങനൊരു ചന്ത തുടങ്ങുവാൻ ഈശ്വരാനുഗ്രഹം ദൈവാനുഗ്രഹം ഉണ്ടായതിന് ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശ്വരനോട് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്ര വിഭവങ്ങൾ നിങ്ങൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് പുറത്തുനിന്ന് ഒന്നും മേടിച്ചതല്ല. ഇത് ഞാൻ എൻ്റെ അനിയനും കൂടി മണ്ണിന് സ്വന്തമായി നമ്മുടെ മണ്ണിന് തന്നെ അധ്വാനിച്ച് ഉണ്ടാക്കിയ ഓരോ, നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, ഒരു വിഷം ഇതിലുണ്ടാവില്ല. അതിന് വിഷം ഉണ്ടാവില്ല. അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ സത്യം മനസ്സിലാവും. നാടൻ കായ അത് കണ്ടത് ഈ ചേന ഉണ്ടെങ്കിൽ ഇപ്പൊ പറിച്ചതാ 17 കിലോ ചേന.
അതുപോലെ തന്നെ ഈ പാവയ്ക്ക, അതുപോലെ തന്നെ ഇവിടെ കിടക്കുന്ന എല്ലാ സാധനവും എന്താണെന്ന് ഒതിയൂറും നാവിൽ രുചിയേറും മധുരം എന്നാ പറഞ്ഞത് കേടാ. ഇവനാണ് തൊണ്ടി ചെത്താണ്ട് കൊണ്ടുപോയി കഴിക്കണ്ടേ. അവൻ ഇവിടെ വന്ന എല്ലാവർക്കും ചരക്ക. പണ്ട് കാലത്താണ് ചരക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചരക്കി പൈറലി ചെമ്മീനും. ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലോട് പറഞ്ഞവർ ഓടിക്കും. ഇറച്ചി മീൻ മാത്രം മതി. അപ്പൊ നിങ്ങളിത് കാണണം. നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ സത്യം മനസ്സിലായെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു നൽകണം. ഓണമാണ്, തിരുവോണമാണ്. തിരുവോണത്തിന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാഘോഷിക്കുമ്പോൾ ഒരു പാവം പിടിച്ചവന് കഴിക്കാനുള്ള ആഹാരത്തിന് ഇതിൽ നിന്ന് കിട്ടുന്നതിന്റെ ഒരു വീതം പാവങ്ങൾക്കുള്ളതാണ്. ഇതിൽ നിന്നും കിട്ടുന്നതിന്റെ ഒരു വീതം നീക്കി വെക്കുന്ന പാവങ്ങൾക്ക്. അതിനു വേണ്ടിയാണ് ഈ ചന്ത എന്ന് പറഞ്ഞ സാധനോട് തുടങ്ങിയേക്കുന്നത്. കരിമ്പെട്ടിയിൽ കൊണ്ടു കൊടുത്ത് ആൾക്കാർക്ക് പറ്റിക്കാനല്ല, പാവങ്ങൾക്ക് കൊടുക്കുക, അവരോടൊപ്പം ഷെയർ ചെയ്യുക, അവരോടൊപ്പം അവരോടൊപ്പം ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ അവരോടൊപ്പം അന്ത്യോർക്കാന്ന് വലിയൊരു ഭാഗ്യമാണ് എനിക്ക്. ഞാനത് തുടർന്നുകൊണ്ടിരിക്കും. അത് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം, ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം. ഈ നന്മയെ നിങ്ങൾ കാണണം, മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകണം, ഇതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് പോളേട്ടനും സുധനും മറ്റെല്ലാ അതുപോലെ തന്നെ യൂട്യൂബിലെ ചാനലുകാർക്കും KCB ചാനലുകാർക്കും ജെയ്സണും അതുപോലെ തന്നെ കൃഷ്ണാട്ടനും ഗീരിക്കും എല്ലാവർക്കും ഹൃദയത്തിന്റെയും സ്നേഹത്തിന്റെയും നന്മയുടെയും പേരിൽ എല്ലാവിധ മംഗളങ്ങളും ഓണത്തിന്റെ നേർന്നുകൊണ്ട് ദീർഘിക്കുന്നതിലൂടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇത് രാവിലെ തുടങ്ങിയതാണ് അംഗം. ഇവിടെ കുറച്ച് ആൾക്കാർ ഒന്ന് പഠിച്ചു. ഇനിയുള്ള ആൾക്കാർ മേടിക്കാൻ പലരും വന്നിട്ട് അവരൊക്കെ ഒന്ന് പറഞ്ഞു വിടണം. അപ്പൊ ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം പോളേട്ടനെ നിർവഹിച്ച പോളേട്ടനെ ഏറ്റവും സ്നേഹത്തിന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. നമസ്കാരം. ഇന്ന് ടോമിച്ചേട്ടൻ്റെ വീട്ടിൽ പച്ചക്കറി ഉദ്ഘാടനമായിരുന്നു. CK പോളിച്ചേട്ടനാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഇവിടെ വന്ന് എല്ലാവരും സഹകരിച്ച എല്ലാവർക്കും ടോമിച്ചേട്ടൻ്റെ വക ഒരു നന്ദി.